ഇപ്പം എക്സിൽ നിങ്ങളുടെ കോൺടാക്ട്സ് ഒക്കെ സിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പം ഇതെന്തിനാന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് അത് ബേസ് ചെയ്തിട്ടുള്ള സജഷൻസ് ഒക്കെ കിട്ടാനാണ്. ഇപ്പം നിങ്ങൾക്ക് അത് വേണ്ട, ഇപ്പം നിങ്ങളുടെ കോൺടാക്ട്സിലുള്ള ഡീറ്റെയിൽസ് എക്സിന് അറിയണ്ട, നിങ്ങൾക്ക് അത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതിനെ പറ്റിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് എക്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ സെറ്റിംഗ്സ് ആൻഡ് സപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ പ്രൈവസി ആൻഡ് സേഫ്റ്റി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഡിസ്കവറബിലിറ്റി ആൻഡ് കോൺടാക്ട്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ സിങ്ക് അഡ്രസ് ബുക്ക് കോൺടാക്ട്സ് എന്നുള്ളത് ഓൺ ആയിട്ട് കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പം നിങ്ങളുടെ കോൺടാക്ട്സിന്റെ ആക്സസ് ഉണ്ട്. അപ്പം അത് ബേസ് ചെയ്തിട്ട് പല സജഷൻസും നമുക്ക് വരുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾ കൊടുത്തിട്ടുള്ള കോൺടാക്ട്സ് ഫുള്ള് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ റിമൂവ് ഓൾ കോൺടാക്ട്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. ജസ്റ്റ് റിമൂവിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോൺടാക്ട്സ് റിമൂവ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സിങ്ക് അഡ്രസ് ബുക്ക് കോൺടാക്ട്സ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിട്ടുണ്ടാവും. അതിനുശേഷം അത് ഓൺ ചെയ്യരുത്. ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ ഫോണിലുള്ള കോൺടാക്ട്സ് ഒക്കെ ഇതിലോട്ട് അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഫോൺ കോൺടാക്ട്സിന്റെ ആക്സസ് എക്സ് നിന്ന് റിമൂവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.